vlog, Sawad, vlog Sawad. Yes. Sawad. Sawad ego heta. Sawad auto. Gear nokkandi edi payidi. Yes. Yes. ഇത് താവാതല്ല ഇത് ആ പൊട്ട ഹാൻഡ് ബ്രേക്ക് വിട് മരം പോളാ ഇതിപ്പോ 1 മണിക്കൂർ എന്നെ കാട്ടിക്ക് ബാക്ക് ഹാൻഡ് ബ്രേക്ക് ആണെന്ന് അറിയില്ല അവരെടുക്കുന്നത് മാസ്ക് ഇറക്കിട്ടോ മാസ്ക് ഇറക്കിട്ടോ അങ്ങനെ ഗൈസ് നാട് വിട്ട് പോവുകയാണ്. വണ്ടി എത്തി എന്തിത് ഇയാളില്ലേ ഡിക്കി നോക്കണ്ടപ്പാ നാട് വിട്ട് പോയി. ടൈം കാണിച്ച 2:30 മണി വിളിച്ച ആര് വിശ്വസിച്ചിട്ടാ കണ്ടാന്നില്ല. ഞാൻ നല്ല ഞാൻ പറഞ്ഞു ഒന്നാ കാലം പറഞ്ഞു ബാഗല്ലോ. അപ്പൊ ഗൈസ് അപ്പൊ എവിടെച്ചാ പോന്നാ സർപ്രൈസ് എന്റെ ബേർഡാണ്. ബേർഡൊക്കെ പോയി ഇത് പൊളിഞ്ഞ് സർപ്രൈസ് പൊളിഞ്ഞ് എപ്പൂണ്ടറിഞ്ഞ രാന്ത് ഉറങ്ങിയത് അതാണ്. ഞാനിപ്പോ എന്റെ പ്ലാൻ എന്തറിഞ്ഞല്ലേ, ഞാനിപ്പോ ഉറങ്ങി ഒരു 9 മണിക്ക് റെഡി ആയിട്ട് ഉറങ്ങിയിട്ട് ഒരു 12 മണിക്ക് വിചാരിച്ചേ ഞാൻ വിറ്റാ. ഈ ചങ്ങായി 12 മണിക്ക് വിളിക്കുമ്പോ അവിടെ കഴിഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഉറങ്ങാത്ത നെക്സ്റ്റായി ഞാൻ അടുത്തോളം ഉറങ്ങിട്ടാ. ഞാൻ 1:30 മണിയോളം ഉറങ്ങിട്ടാ. 1:30 മണിയോളം ഉറങ്ങിട്ടാ. എന്നിട്ട് ഉറങ്ങിയ 1:00 ഞാൻ വിളിക്കാണ് ഉറങ്ങിയ അടുത്തോളായി. അപ്പൊ ഗൈസ് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും എടുത്തുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ ഭയങ്കര ടെൻഷനായി പോയി ഗൈസ്. പോകുന്ന വഴിക്ക് തന്നെ ഒരു വണ്ടി അൽഹംദുലില്ലാ വലിയ പ്രശ്നമൊന്നും ആയിട്ടാ. പോകുന്ന ബൈക്ക് കാര്യമായ ഒരു ആക്സിഡന്റ് കണ്ടത്. എന്തായാലും
ഇപ്പൊ നടന്നതാണ്. എന്താ പറയുന്നത്, ടൊയോട്ടന്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ടൊയോട്ട വണ്ടി ഇത് നോക്കുള്ളതാ കണ്ടല്ലോ പോയി. അല്ല കാത്ത് ഒരു എന്തോ ആയിട്ടാ എത്തിച്ചിട്ട് അതാണ് സംഭവം. വണ്ടി ഇത് ഫോർച്യൂണർ അങ്ങത്തിന്, പക്ഷെ ഉള്ളില് ഒരു ഒരു വന്ന ടിപ്പറപ്പത്തെ ബൾബിലേക്ക് തെറിച്ചു. അല്ല കാത്ത്. അപ്പൊ അതാണ് ടൊയോട്ടനെ കുറിച്ച് പറയാം. ഉറങ്ങിയാലുള്ള അവസ്ഥ ഇങ്ങനെയാണ്. ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് 2-3 ട്രിപ്പ് പോയല്ലപ്പ. അയാള് ചില പാട് നിർത്തിരുന്ന് പോയെന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോയതാ ഡ്രൈവർ, കാറിന്റെ ഡ്രൈവർ. അപ്പൊ ഗൈസ് രാത്രിയല്ലോ രണ്ടുണ്ടോ ഞാൻ വെക്കറു. അപ്പൊ ഇത് കഥ വേണ്ട, നിങ്ങക്ക് വേണ്ട എത്ര പണി തീർക്കുന്നു ഗൈസ്. അതൊക്കെയാണ് സംഭവം. പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്തെ കുറിച്ച് ശ്രദ്ധയോടെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ രാത്രിയെല്ലാം പോകുമ്പോഴത്തേക്ക് മാക്സിമം ഇടയ്ക്കിടയ്ക്ക് നിർത്തിയൊരു ചായ കുടിച്ചിട്ട് ചായ കുടിക്കേണ്ട വൈകുന്നേരത്തിലെ ഓർക്കല്ലേ പോകും. ചായ കുടിക്കേണ്ട ആവശ്യമില്ല. പിണറായിന്റെ റോഡാ ഒരു 5 മിനിറ്റ് ഒരു നേരം പോയിരുന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഗൈസ് കഥ. കാണാം. ഓക്കെ ഗൈസ്, നമ്മള് റിച്ചാന്റെ ഡെസ്റ്റിനേഷൻ. ഈ സ്ഥലത്തിന്റെ പേരെന്താ ഏട്ടാ? മാണിയൂര്. മാണിയൂരില് ഒരു ചെറിയ ഹോട്ടൽ. ഇവിടെ നിന്നാണ് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത്. തുടങ്ങി ഞാനാണ് പഴംപൊരി. രതീഷ് എങ്ങനെയാണ്? രാവിലെ തന്നെ എങ്ങനെ പോയി? കണ്ണൻ്റെ രാവിലെ തന്നെ ചൂടുണ്ടാ? മധുരം കുറവ് ചായയും പഴംപൊരിയും. അതിനുണ്ട് ജിലേബി ഒന്നും നല്ലുണ്ട്. ഞാൻ നെയ്പ്പത്തിലെടുത്ത് നല്ലുണ്ട്. അടിപൊളി. ഒരുപാടൊന്നും നോക്കാം. അടിക്കേ ഒരണ്ടടി ലാവി പാർന്ന നെയ്പ്പത്തല് ഇപ്പൊ ക്യാമറ നോക്കി ഞാൻ ചായ എത്തി കഴിച്ചു. ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഇപ്പൊ തന്നെ വേണേ മധുരം കുടിക്കുന്നത് ചായ അതിന് ഓർഡർ ആക്കി. അങ്ങനെ ഗൈസ് നമ്മളെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചെമ്പരത്തി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ചെമ്പരത്തി റിസോർട്ടിൽ പോകേണ്ട വഴി റിസോർട്ടാണ് ചെമ്പരത്തി റിസോർട്ട്. സോ വി ക്യാൻ നമുക്ക് പോയി നോക്കാം. ഗൈസ് സ്ഥലം ടോപ്പ് സ്ഥലം. ചെമ്പരത്തി വയനാട്. അതോടൊപ്പം ഇംസാഫ് ഇന്ന് കാണിക്കണ്ടേ ഗൈസ്? അവനെ കാണിക്കുന്നില്ല. കൂട്ടിയ ഇട തോള ഇട കശി കുട്ടി. ഏ ഭായി കാം കരോ ഇധർ ആവോ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കഥകളൊക്കെ. ഇതൊക്കെയാണ് ലൈഫിലെ കഥകൾ. അപ്പോൾ ഗൈസ് ഞാൻ എഡിലാക്കിയവിടെ
ഐശ്വര്യ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇതാക്കുന്നുണ്ട്. ഇല്ലല്ലോ എൻ്റെ മോനെ മോനെ ഇത് ഒന്നൊന്നര വ്യൂ ആ. ക്യാമറെടുക്കാം വയ്യെടുക്കാം ഫുഡുണ്ടാക്കിട്ട്. അത് പ്രൈവറ്റ് പൂളായിരിക്കും. എന്തല്ലേ പറഞ്ഞവർ? ഇതാണ് നമ്മളെ ഡൈനിങ്. ഇവിടെ ഫുഡ് കൊണ്ടുവരില്ലതാ കഴിച്ച് നമ്മൾ ഫുഡ് ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഫുഡ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. താങ്ക് യു. വെൽക്കം ഡ്രിങ്ക്. ഓക്കെ നമുക്ക് ബാക്കി ഫുഡ് വന്നിട്ട് കാണാം. പിന്നെ കഴിച്ച് നമ്മളെ ഫസ്റ്റ് ഐറ്റം എത്തി. ചെറുപുളി ബീറായി എനിക്ക് എന്താ അറിയുന്നില്ല ഭായി. ഇത് ആടാ മറ്റേ ഈ 4 ഹോട്ടലിലേക്ക് പോയല്ലാണ്ടില്ലേ 5 സ്റ്റാറിലൊക്കെ ഒന്ന് പോയി കടക്കിരി സ്റ്റാൻഡിനൊരു കുറവില്ല. അടിപൊളി പപ്പടം. പറഞ്ഞോണ്ട് സ്റ്റാൻഡേർഡ് ആക്കിയ കത്തിച്ചാണല്ല. ഇതാക്കുന്ന ഇയാൾ. ഞാൻ അടുത്ത ഐറ്റംസ് എത്തിയാണ്. ഒന്നിച്ചെൻ്റെ തിന്നാണ്. ഐറ്റംസ് എത്തി. സെവന് നമ്മളെ ചോറ് ഐറ്റമിലെത്തുമ്പോൾ ഒരു സന്തോഷം കണ്ട. ഇയാളിലുണ്ടാ യൂട്യൂബിൽ എന്റെ ചാനൽ ഇടുന്നതല്ലോ, ഇൻസ്റ്റാൾ ഇടുന്നില്ലല്ലോ. പ്രശ്നമില്ല, ആര് കാണാലോ അറിയുന്ന ആള്. നല്ലല്ലോ അടിപൊളി. ചിക്കൻ ചിക്കൻ അടിപൊളി വാ. നമുക്ക് അടിച്ചു കാണാം, ഫുഡ് കഴിച്ചു കാണാം. ഓക്കെ.